സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട്, എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് സങ്കീർത്തനം 91 ദയമായിട്ട് പറയുന്നൊരു വചനഭാഗം. എന്റെ കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ പറയും എന്ന് പറയണത്, അല്ലെങ്കിൽ പറയാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരുന്നത് എന്തുകൊണ്ടാണ്? സംരക്ഷണം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ആ സ്നേഹവും സംരക്ഷണവും അനുഭവിക്കുന്നത് കൊണ്ട്, സ്നേഹവും സംരക്ഷണം അനുഭവിക്കുന്നത് കൊണ്ട്. പിന്നെ ഒരു കർത്താവിനോടുള്ള വിശ്വാസം കൊണ്ട്, നമ്മുടെ ദൃഢമായ വിശ്വാസം കൊണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തെ തിരിച്ചറിയുന്നതുകൊണ്ട്. ദൈവത്തെ തിരിച്ചറിയുന്നതുകൊണ്ട്. വേറെ ഉണ്ടോ? അതായത് നമ്മള് മാതാപിതാക്കളാണെങ്കിൽ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് മാതാപിതാക്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അവരെത്ര വളർന്നാലും എത്ര ഉന്നതിയിലേക്ക് എത്തിയാലും പാരന്റ്സ് തന്നെയാണ്, അല്ലേ? പിന്നെ തുല്യമായിട്ട് വേറൊന്നും പകരം വെക്കാനാവില്ല, അല്ലേ? അപ്പോ ഈ പാരന്റ്സിനെ തന്ന ദൈവത്തിന് പകരം വേറെന്തെങ്കിലും വെച്ചാല് അത് അപകടകരമായ ആത്മാവിന്റെ ദുരിതമാണെന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടി പറഞ്ഞു തരുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഈ ദിവസങ്ങളിലൊക്കെ ഈ ഒരു വചനഭാഗം തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. കാരണം നമുക്ക് വേറൊരു ആശ്രയം ഇല്ല യഥാർത്ഥത്തില്, അല്ലെ? നമുക്ക് കഴിവുണ്ട്, ശക്തിയുണ്ട്, സമ്പത്തുണ്ട്, അറിവുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾക്ക് സംതൃപ്തമായ നമ്മുടെ ബലം എന്ന് പറയാവുന്ന ഒന്നും ഇതിലില്ല, അല്ലെ? നമ്മൾ ചാരി നിൽക്കുന്ന ഒന്നിലും നമുക്ക് ഉറപ്പില്ല. നമുക്ക് കൂടെ നിൽക്കും, അല്ലെങ്കിൽ അവസാനം വരെ നിൽക്കും, എപ്പോഴും കൂടെ ഉണ്ടാകും എന്നൊന്നും നമുക്കൊരു ഉറപ്പൊന്നുമില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അവസാനം വരെ എന്റെ കൂടെ നിൽക്കണമെന്ന ഒരാഗ്രഹം ദൈവത്തോട് നമുക്കുണ്ടാകാൻ വേണ്ടി, നമ്മളും ദൈവവുമായിട്ടുള്ളൊരു ബന്ധം വിശ്വസ്തമായി പുലർത്താൻ വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പറയുമ്പോ, പിന്നെ അവിടെ പിശാചിന് അവന്റെ പദ്ധതികൾക്കോ അവന്റെ ശക്തികൾക്കോ ഒന്നും പ്രബലപ്പെടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ദൈവത്തിന്റെ
പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നത്. അവൻ നമ്മളെ ആക്രമിക്കും. ഇവിടെ സിംഹത്തിന്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. പിന്നെ എന്താണ്, രാത്രിയുടെ ഭീകരതയും നീ ഭയപ്പെടേണ്ട. എല്ലാ ഭീകരതയും എല്ലാ പ്രതിസന്ധികളും എടുത്തു മാറ്റുമെന്ന് പറയുന്നില്ല അല്ലെ. ഇതിന്റെയൊക്കെ നടുവിൽ കൂടി നീ വിജയം വരിക്കും, അല്ലെങ്കിൽ നീ സംരക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ നിനക്ക് അത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകില്ല. അവിടെ എല്ലാം ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. അപ്പോ കർത്താവ് ഒരു മനുഷ്യനെ സഹായിക്കണമെങ്കിൽ ഇതൊക്കെ എടുത്ത് മാറ്റിയേ പോരെ അല്ലെ. ഈ പ്രതിസന്ധികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളെ കംഫർട്ടായിട്ട് നമ്മളെ നയിച്ചാൽ പോരെ. ഇല്ല, അങ്ങനെ പറ്റില്ല. ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് തരും. പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മള് വളരെ സ്മൂത്ത് ആയിട്ട് ലൈഫ് കൊണ്ടുപോകാമെന്ന് മിഥ്യാധാരണ ഈ ലോകം തരുന്നതാണ് അല്ലെ. ഇപ്പൊ നമുക്ക് അറിവുണ്ട്, കഴിവുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് ഭാവിയിലെ കുറിച്ചുള്ള ചിന്ത ഈ കാലഘട്ടത്തില് മക്കൾക്ക് ഇല്ല. ഭാവി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇനി നീണ്ടു നിൽക്കും, ഉറപ്പുണ്ട്, സുരക്ഷിതത്വമുണ്ട്, സേഫാണ് മനുഷ്യര് എന്നൊന്നും നമുക്കൊരു ഉറപ്പില്ല പറയാനുണ്ട്. ഇപ്പൊ തന്നെ ഉറപ്പില്ല. ഈ കോവിഡ് ഒക്കെ എടുത്ത ആൾക്കാരുടെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കോവിഡ് വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാര് മരിച്ചു. മരിക്കാത്തവരെ കൊല്ലാൻ വേണ്ടി മരിച്ചുപോയവര് ഭാഗ്യവാന്മാര്. മരിച്ചുപോയവര് ഭാഗ്യവാന്മാര്, മരിക്കാത്തവര് ഒരു ഭീകരമായ എന്താണ് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. രോഗമില്ലാത്തവരെ ഇഞ്ചക്ഷൻ ചെയ്ത് രോഗികളാക്കി മാറ്റി. അപ്പോ അവര് മരിച്ചു പോയവര് അങ്ങനെ പോയി, മരിക്കാത്തവരെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നുള്ളതാണ് ഈ ഭരണ അധികാരികളുടെയും എന്തിനു വേണ്ടിയാണ് ഇതിന്റെയൊക്കെ പുറകിൽ എന്താണ്? അവർക്കൊരു ഗൂഢലക്ഷ്യമുണ്ട്. എന്ത്? അവരുടെ സാമ്രാജ്യം വെട്ടിപ്പടുക്കണം. അപ്പൊ ഇതിൽ നമുക്ക് എന്താ സുരക്ഷിതത്വം ഉള്ളത്? ഇവര് തന്നെ പറയുന്നുണ്ട്, ഇത് ഉപയോഗിച്ച് ഇത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും കോവിഡിനെ ചെറുത്ത് നിൽക്കുവാൻ ശക്തിയുണ്ടെന്ന് അവര് ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലെ. ഇത് നിർബന്ധിച്ചെടുപ്പിച്ചിട്ടുമുണ്ട് അല്ലെ. അപ്പൊ എവിടെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത്? ഇത് പിന്നെ എവിടെയെങ്കിലും പോകാനോ വരാനോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനൊക്കെ ആണെങ്കിൽ ഇവര് നിർബന്ധപൂർവം നമ്മൾ ഇഞ്ചക്ഷൻ എടുപ്പിച്ചു, ഈ ഡോസ് എടുപ്പിച്ചു. ഓരോ ഡോസും പലരും എളുപ്പത്തിന് 3 ഡോസും അടുപ്പിച്ചൊക്കെ എടുത്തു. അവര് പറയുന്നത് അങ്ങനെ തന്നെ നമ്മള് വെള്ളം തൊണ്ട തൊടാതെ അങ്ങോട്ട് ഇറക്കി വിട്ടു. ആരാ അനുഭവിക്കണത് അല്ലെ? എല്ലാവരും വീടിനകത്ത് വെറുതെ കുത്തിയിരിക്കുന്ന ആൾക്കാർ പോലും ഇതെടുത്തിട്ടുണ്ട്. എന്താണ്? അത്രയും പ്രഷറാണ്. അപ്പോ എന്താണ് ഈ ലോകം തരുന്ന പ്രഷർ? എന്താണ്? കൊല്ലുക, എന്താണ് മോഷ്ടിക്കുക, അതായത് നമ്മുടെ ജീവനെ മോഷ്ടിക്കുക. പിന്നെ അവൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ വളർത്താനൊന്നുമല്ല, പതുക്കെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുക. പിന്നെ അവസാനം തന്നെ ചത്തോളൂ എന്ന് അവനറിയാം അല്ലെ. അപ്പോ എന്ത് സുരക്ഷിതത്വമാണ് ഈ ലോകം നമുക്ക് തരുന്നത്? അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് തുടങ്ങി എന്നെ കുറെ പ്രഷർ ചെയ്തു എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കില്ല, ചത്താലും ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എടുത്തവരൊക്കെ ഭാഗ്യവതി എന്നാ പറയണത് തന്നെ. തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേറി പോന്ന കാരണം പെട്ടെന്ന് എടുത്തു എനിക്ക്. അപ്പൊ ഇതാ ലോകത്തിന്റെ ഒരു കെണിയാണ്. അപ്പൊ മാരകമായ, പക്ഷെ എന്നോട് കുറെ പേര് ഇങ്ങനെ ചോദിച്ചു, എന്ത് ചെയ്യും, ഞങ്ങൾക്ക് എടുക്കാതിരിക്കാൻ വയ്യ, കാരണം സ്ഥലത്തെ അവസ്ഥകള് അല്ലെങ്കിൽ ജോലി മേഖലകളെല്ലാം ബ്ലോക്കാണ്. ജോലിക്ക് പോകാൻ പറ്റില്ല, വരുമാനം കിട്ടില്ല, ഫ്ലൈറ്റ് കയറി പോരാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞ് കുടുംബകലഹമൊന്നും ഉണ്ടാക്കണ്ട. ഈശോയുടെ നിങ്ങളിത് ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്തെല്ലാം ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം കൊണ്ട് നിങ്ങളത് വിശ്വസിച്ച് കേറ്റുന്നതനുസരിച്ച് ചെയ്യുന്നതനുസരിച്ച് ഈശോയുടെ തിരുരക്തത്തിൽ വിശ്വസിച്ച് നിങ്ങളത് അതില് കഴുകി വിശുദ്ധീകരിച്ച് ആ ഇഞ്ചക്ഷൻ, അതായത് നമ്മുടെ വിശ്വാസമാണല്ലോ എല്ലാം. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാണ്ട് എനിക്ക് വേറെ മാജിക് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈശോയുടെ തിരുരക്തം കൊണ്ടാണല്ലോ നമ്മളെ വാങ്ങിച്ചത്.
അപ്പൊ അതിനെ അതിജീവിക്കുവാൻ ഈ ലോകത്തിന്റെ എല്ലാ തിന്മയുടെ ശക്തിയെയും പ്രലോഭനങ്ങളെയും ചെറുത്ത് നിൽക്കേണ്ടത് ഈ വില കൊടുത്ത ഈശോയുടെ തിരുരക്തം തന്നെയാണ്. അപ്പൊ അതിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി ചെറിയ ബുദ്ധിയാണെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്തതാ. അപ്പൊ അത് പ്രവർത്തിച്ചോളും. പക്ഷെ എന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണത അനുസരിച്ചിട്ടാണ് അവിടെ എല്ലാം ആക്റ്റീവ് ആണത്. അതെ. അപ്പോ അങ്ങനെ ഒരു ടീച്ചർ ഭയങ്കര ശ്വാസം മുട്ടും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ എടുക്കാൻ പോവാണ്, പ്രാർത്ഥിക്കണേ, കാരണം എനിക്ക് അല്ലെങ്കിൽ തന്നെ വയ്യ, തീരെ വയ്യ. അപ്പൊ ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും അവസ്ഥ എന്നറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവര് വിചാരിച്ചു ഭയങ്കര കിടപ്പായിപ്പോ അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ച് പോയിക്കോ, ദൈവം എന്തായാലും പ്രൊട്ടക്ഷൻ തരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പക്ഷെ അന്ന് അങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെ എനിക്കറിയില്ല. അപ്പോ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്താണ്, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമർപ്പിച്ചു. ഈ കാലഘട്ടത്തില് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ വചനം. നീ എവിടെയാണ് ആശ്രയിക്കുന്നത്, എവിടെയാണ് നീ സംരക്ഷണം ആഗ്രഹിക്കുന്നത്, അവിടെ ദൈവമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യരിലാണോ, ബുദ്ധിയിലാണോ, കഴിവിലാണോ, സമ്പത്തിലാണോ, ശക്തിയിലാണോ, അല്ലെങ്കിൽ ഈ ലോകം വെച്ച് നീട്ടുന്ന വാഗ്ദാനങ്ങളിലാണോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ട് വേണം എന്താണ് നമ്മുടെ ഹൃദയമാകുന്ന വാസകേന്ദ്രം ഉറപ്പിക്കാൻ. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. മോളി ജോർജ് വായിക്കും. മോളി ജോർജ് വായിക്കുന്നുണ്ടോ? വായിക്കാൻ എടുപ്പിലിപ്പ് വായിക്കാം. എന്നാലും ഞാൻ വായിക്കാം. പ്രിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലല്ലോ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് വിശപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് പല പല കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഇപ്പൊ ശരീരത്തിൽ വിശപ്പുണ്ടെങ്കിൽ ആരും പറയണ്ട, നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. വാങ്ങിക്കഴിക്കാവുന്നതാണെങ്കിൽ വാങ്ങിക്കഴിക്കാം. നമുക്ക് എന്തുവേണേലും ചെയ്യും. ഇപ്പൊ ഞാൻ വീട്ടില് നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക്, പട്ടിക്ക്, അങ്ങനെ കോഴിയോ, അങ്ങനെ എന്താണെങ്കിലും നമ്മൾ വളർത്തുന്നത്. പക്ഷെ അവർക്ക് നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്ക് വിശപ്പടക്കാൻ പറ്റുള്ളൂ. അപ്പോ അവരുടെ വിശപ്പ് നമ്മൾ അറിയുക എന്നുള്ളത് നമ്മുടെ ഒരു മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു അടയാളമാണ്. അപ്പോ എന്താണ്, അതൊരു കൃപയാണ് അല്ലെ. മറ്റുള്ളവരുടെ വിശപ്പ് അറിയുവാനുള്ളത്. ഇപ്പൊ മൃഗമായാലും എന്താണ്, ജീവികൾ ഏത് ജീവിയായാലും, ഇപ്പൊ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയായാലും പരിചയമുള്ള വ്യക്തിയാണെങ്കിലും അകലെയുള്ളവരാണെങ്കിലും അടുത്തുള്ളവരാണെങ്കിലും മൃഗങ്ങളായാലും എന്താണെങ്കിലും അവരുടെ വയറിന്റെ വിശപ്പ് ഞാൻ ഒന്ന് അറിയണമെങ്കിൽ എന്തുണ്ടാവണം? എന്റെ ഉള്ളിൽ എന്തുണ്ടാവണം? സ്നേഹം. സ്നേഹം വേണം അല്ലെ. സ്നേഹമില്ലാതെ ഒരിക്കലും നമുക്ക് ഒരാളുടെയും വിശപ്പറിയാൻ പറ്റില്ല. യഥാർത്ഥത്തില് ഇന്ന് ഈശോ
എന്നോട് ഇന്നൊരു ഫ്യൂണറൽ മാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുർബാനയിൽ ഇങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞു, സ്നേഹിതൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു, സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. സ്നേഹത്തിന് ഹിതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് സ്നേഹിതൻ. അപ്പൊ എനിക്കത് ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടില്ല. നമ്മൾ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരൻ, ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് പ്രിയപ്പെട്ട വ്യക്തികള് അല്ലേ? അല്ലേ? ഇന്ന് പക്ഷെ എന്നോട് പറഞ്ഞത്, നിങ്ങളോടും ഞാൻ പറഞ്ഞു തരുന്നതാണ്, സ്നേഹത്തിന് സ്നേഹത്തിന് ഹിതപ്രകാരം, സ്നേഹത്തിന്റെ ഹിതപ്രകാരം, അതായത് സ്നേഹത്തിന്റെ ഇഷ്ടമുണ്ടല്ലോ, ആ ഹിതപ്രകാരം നിൽക്കുന്നവനാണ് സ്നേഹിതൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ സ്നേഹിതൻ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ? എല്ലാവർക്കും സ്നേഹവും ഉണ്ട്, പക്ഷെ ഹിതം അനുവർത്തിക്കുക ഭയങ്കര പ്രയാസമാണ് അല്ലെ? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നുണ പറയുന്നു എന്നുള്ളത് വ്യക്തമായി ഈ ദൈവം തന്നെ, നീ സ്നേഹിതനായിട്ടാണോ നീ ഇങ്ങനെ എന്നോട് ചെയ്തത്, ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ചിന്തിച്ചത് എന്ന് ഈശോ ഇങ്ങനെ ഓരോന്നോരോന്ന് ചൂണ്ടി കാണിക്കും. അപ്പൊ ഈ തിരുവചനത്തില്, പഴയ നിയമത്തില് വ്യക്തമായി പറയുന്നത് സ്നേഹിതനോടെന്ന പോലെ എന്ന് പറയുന്നുണ്ട്. ആരോടാണ് അത് പറയുന്നത്? മോശയോടാണ് പറയണത്. സ്നേഹിതനോടെന്ന പോലെ ഞാൻ മുഖാഭിമുഖം സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സ്നേഹിതൻ എന്ന് പറയുമ്പോ അത്രയും യോഗ്യത ആ മോശയ്ക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഉണ്ടായത്? ദൈവത്തിന്റെ ദൈവഹിതമനുസരിച്ച് മോശ പെരുമാറിയതും, ദൈവത്തിന്റെ സ്നേഹത്തിനനുസരിച്ച് ഉറച്ച നിലപാടോടുകൂടെ ദൈവത്തിന്റെ മുമ്പിൽ നിലകൊണ്ടു. ഈശോ ഉഗ്രക്രോധത്തില് വരുന്ന മനുഷ്യരെ ശിക്ഷിക്കുവാൻ, അതായത് അനുസരണക്കേട് കാണിക്കുമ്പോ വിഗ്രഹത്തെ നിർമ്മിച്ചവര് ഈജിപ്തിന്റെ ഭീകരമായ അവസ്ഥയിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാല്, പോകുന്ന വഴിയില് അവർക്ക് രാത്രി എന്തായിരുന്നു? ദീപസ്തംഭമായിട്ടും പകലവർക്ക് വെയിലൊന്നും കൊള്ളാതെ സുരക്ഷിതമായി നടക്കുവാനായിട്ട് മേഘസ്തംഭമായിട്ടും അതുപോലെ മന്ന വർഷിച്ചു, വെള്ളം കൊടുത്തു. എല്ലാ കാര്യങ്ങളിലും ഒരപ്പൻ മക്കളെ എങ്ങനെ നയിച്ചു എന്ന പോലെ ആര് വഴി? ദൈവത്തിന്റെ കരുണ വഴി മോശയുടെ നേതൃത്വത്തില് എല്ലാം കൊടുത്തു. മോശ വെറുതെ ഇരുന്നില്ല. ഇവരെയും കൊണ്ട് പോരുമ്പോ ഓരോ ഞെരുക്കങ്ങളിലും ദൈവത്തിന്റെ മുമ്പില് വളരെ വേദനയോടുകൂടെയാണ് പ്രാർത്ഥിച്ചത്. അവസാനം മോശ തന്നെ പറയുന്നുണ്ട്, ഇവരൊക്കെ ഞാൻ പ്രസവിച്ച മക്കളാണോ എന്ന് പോലും ചോദിച്ച് വേദനയോടുകൂടെ എനിക്ക് മതിയായി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത്ര അനുസരണക്കേടുള്ള മക്കളാണ്. പക്ഷെ മോശ പറയുന്നുണ്ട്, ദൈവമേ, ഈജിപ്തിൽ നിന്നും ഇവരെ കൊണ്ടുവരുമ്പോ ഇവര് നശിപ്പിച്ചു കളയുമ്പോ ദൈവത്തിന്റെ മഹത്വത്തെ ഇവര് വെല്ലുവിളിക്കുമ്പോ, ദൈവത്തിന്റെ ആ കരുണയെ നിസ്സാരമാക്കി കളയുമ്പോ, ഇവരുടെ മുമ്പില് അങ്ങയുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന നാണക്കേടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ, അതായത് മോശപ്പേരുണ്ടാക്കാത്ത രീതിയിൽ, ദൈവമാണ് എന്നെ വിളിച്ചത്, ദൈവമാണ് എന്നെ നയിക്കുന്നതെന്ന് ഇവരും അറിയുവാൻ വേണ്ടി, അതായത് മോശയെ പോലും മോശ തന്നെ പറയേണ്ടത്, ഈജിപ്തിലെ ജനങ്ങളെക്കാൾ അഹങ്കാരികളാണ് ഇസ്രായേൽ ജനങ്ങൾ. അത് അനുസരണയില്ല. ഈജിപ്തിലെ മനുഷ്യരോട് പിന്നെയും പറഞ്ഞ അനുസരിക്കും, പക്ഷെ ഇസ്രായേൽ ജനങ്ങൾ അതുപോലെ അനുസരിക്കാത്ത അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരായി മാറി. കാരണം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലും ആ സൗരഭ്യം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈജിപ്ത് എന്ന് പറഞ്ഞ ഒരു പാപത്തിന്റെ നാടാണ്. പാപത്തിന്റെ, ഇപ്പൊ ഞാനിപ്പോ ബോംബെയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയി താമസിക്കുമ്പോൾ എനിക്ക് വലിയ വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ട് ഉണ്ട് അല്ലേ? എന്തിന് ഈ എറണാകുളത്ത് തന്നെ ഞാനിവിടെ എനിക്കിവിടുന്ന് 10 മിനിറ്റ് മതി എറണാകുളം ടൗണിലോട്ട് പോകാൻ. എനിക്ക് അവിടെ അത്രയും സമയത്ത് പോയി നമ്മളവിടെ ആ ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വേറൊരു ഫീലാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് മുഴുവനും തീരും, പടാന്ന് പറഞ്ഞ് തീരും. എന്നാ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് പോണെങ്കിൽ പോലും ഭയങ്കരമായ ആർത്തിയാണ് ഈ എറണാകുളത്തിന്. അഹങ്കാരവും ആർത്തിയുമാണ്. എല്ലാവരെയും ഉള്ളില് ഉള്ള വിശുദ്ധിയെ വളരെ തൂത്തെറിയുവാൻ സാധിക്കുന്ന ഒരു തരം ദുഷ്ടാരൂപി ഈ എറണാകുളം ടൗണില് ഭയങ്കര ശക്തമായിട്ടുണ്ട്. ഇപ്പൊ തുണി ഉടുക്കാതെ നടന്നാൽ പോലും ആരും ശ്രദ്ധിക്കാതെ കാണാം. അത് എല്ലാ ദിവസവും കാണുന്നത് തന്നെ ഇതുപോലത്തെ അവസ്ഥയാണ്.
അപ്പോ ഈ വിശിഷ്ട വിഭവങ്ങള് നമുക്ക് ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. വിശിഷ്ട വിഭവം ഇപ്പൊ ഒരു മനുഷ്യന്റെ വയറ് വിശക്കുക, ഒരു മനുഷ്യന്റെ ജീവിത വേദനകള്, ഒരു മനുഷ്യന് ആവശ്യമായ എന്താണ് കുറവുകളെ അറിഞ്ഞ് സ്നേഹിക്കുക. അപ്പൊ സ്നേഹിതനോടെന്ന പോലെ ദൈവം മനുഷ്യരോട് വർത്തിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ ദൈവം നമ്മളോട് വർത്തിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾക്ക് അങ്ങോട്ട് അത്രയും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ദൈവം നമുക്ക് എന്നും സ്നേഹിതനോടെന്ന പോലെ മരണം വരെ നീക്കും വിശ്വസ്തയോടുകൂടെ. മരണം വരെ ദൈവം നമ്മളോട് വിശ്വസ്തത പുലർത്തും. പക്ഷെ എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് തന്നെ. അല്ല, ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഫ്രൂട്ടായ നമ്മൾ എത്ര ഉപേക്ഷിച്ചാലും നിന്ദിച്ചാലും എത്ര അകന്ന് ജീവിച്ചാലും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വരുന്ന നിരന്തരം കടന്നു വരുന്ന, നിരന്തരം നമുക്ക് വേണ്ടി ഇല്ലാത്തതുപോലും എന്താണ് ഈശോയുടെ ആ കരുണയുടെ അവസാനത്തെ വലിയൊരു കാഴ്ച തന്നെയാണ്, അനുഭവമാണ്. അവസാന തുള്ളി രക്തവും വെള്ളവും ഈ ഭൂമിക്ക് വേണ്ടി, ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി ഇട്ടിടും. ഒരു തുള്ളി രക്തം പോലും ഈശോയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു തുള്ളി രക്തവും ഉണ്ടെന്ന് ദൈവത്തിന് അറിവുള്ളത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ലുങ്കിനോസിന്റെ ഹൃദയത്തെ പ്രചോദിപ്പിച്ചു. നീ എന്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്ക്, നീ വേഗം എന്താണ്? ലുങ്കിനോസ് വെറുതെ കുത്തുന്നതല്ല, ദൈവം അനുവദിച്ചിട്ട് തന്നെ അല്ലെ. ലോകത്തിന് അത് കാരണം വലിയൊരു സോഴ്സ് ആണ് തുറന്നു കിട്ടിയത്, അല്ലേ? ആണോ? അപ്പൊ അതുവഴി ലുങ്കിനോസ് കർത്താവിന്റെ സാക്ഷിയായി മാറി ആ സെക്കൻഡ് കൊണ്ട്, അല്ലെ? ചങ്ക് പിളർന്ന് രക്തം പുറത്തേക്ക് ചാടുമ്പോഴും ആ കുത്തിയവനെയും കുന്തത്തെയും സ്നേഹിക്കുന്ന അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. അപ്പോ അവന്റെ ഹൃദയത്തില് ഒരു വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ദൈവം പിന്നെ അവനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അപ്പോ ഓരോ അനുഭവവും നമുക്ക് വിശിഷ്ടമായ അനുഗ്രഹമാണ്. പക്ഷെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോ അത് വ്യക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോ, അതായത് മനുഷ്യൻ ദൈവകരുണയെ അറിയുന്ന ആ നിമിഷം പിന്നെ ഒരിക്കലും ലോകാരൂപിക്ക് കീഴ്പ്പെടില്ല. അപ്പോ ഇന്നുവരെ നമ്മള് ദൈവകരുണയെ അറിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി നമ്മുടെ ജീവിതം തെളിയിക്കുന്നുണ്ട്, അല്ലേ? കരുണക്കൊന്ത ചെല്ലിയാലൊന്നും ദൈവകരുണ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. കരുണയുടെ എന്തൊക്കെ ബുക്കൊക്കെ എടുത്ത് വായിച്ചാലും ദൈവകരുണയെ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കുരിശിന്റെ വഴി ചെല്ലിയാല് ദൈവകരുണയെ അറിയണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അവിടെ ഇരിക്കണം. കർത്താവ് എന്റെ നീചമായ ജീവിതത്തില് ദൈവം വെച്ച് നീട്ടിയ കരുണയെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ കൃപാവരത്തിന്റെ മുമ്പിൽ ഒന്ന് കുത്തിയിരിക്കണം. അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാകരുത്, എല്ലാം നശിഞ്ഞിരിക്കണം, അല്ലേ? എല്ലാം നശിയുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മുടെ ആത്മാവ് ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എങ്ങനെ ഇരിക്കണത്, അല്ലേ? ഒത്തിരി അധ്വാനിക്കണം. അപ്പൊ അതിന്റെ അവസരവും നമ്മള് അങ്ങനെ തീരും. അപ്പൊ അതുകൊണ്ടാണ് മരണം വരെ ദൈവത്തിന്റെ കരുണയുടെ വിശ്വസ്തത നമ്മുടെ കൂടെ ഉണ്ട്. ഇത് നമുക്ക് വെച്ച് നീട്ടുന്ന ഒരു വിശിഷ്ട വിഭവമാണ്. ഇപ്പൊ കുറെ വിശിഷ്ട വിഭവങ്ങളെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോഴും കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ വിശിഷ്ട വിഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു ദാഹം തന്നെയാണ് ഒരാത്മാവിനെ സംബന്ധിച്ച് വിശിഷ്ട വിഭവം. അതിൽ നിന്നാണ് ബാക്കിയുള്ള ഫ്രൂട്ടുകളെല്ലാം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈശോ നമുക്ക് ഇന്ന് നൽകുന്ന തിരുവചന ഭാഗം 2 തിമോത്തി 2-ാം അധ്യായത്തില് 3-ാമത്തെ തിരുവചനമാണ്. യേശുക്രിസ്തുവിന്റെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക, അല്ലെ? ദൈവം സുഖിച്ചുകൊണ്ടാണോ നമ്മളോട് സഹിക്കുക എന്ന് പറയണത്? അല്ല. ദൈവം എവിടെയൊക്കെ സഹിക്കാനായിട്ട് മനുഷ്യന് സാധ്യതയുണ്ട് അതിനെല്ലാം സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിശപ്പിന്റെ മേഖലകളില് കർത്താവ് ആദ്യം വന്നപ്പോ തന്നെ ചെയ്തത് എന്താണ്? 40 ദിവസം ഉപവസിച്ചു, അല്ലെ? പിന്നെ ഇങ്ങോട്ട് വന്ന് ദൈവ ശുശ്രൂഷകള് പബ്ലിക്കായിട്ട് ശുശ്രൂഷ ചെയ്തപ്പോ പിന്നെ വന്നത് എന്തായിരുന്നു? പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരു ശുശ്രൂഷ. ആദ്യം ദൈവം
ദൈവത്തെ തിരിച്ചറിഞ്ഞത് ആരാണ്? പിശാചുക്കളാണ് ആദ്യം അറിഞ്ഞത്. പിശാചുക്കൾ ആദ്യം അറിഞ്ഞു. മനുഷ്യരുണ്ടായിരുന്നു അന്ന് ഭൂമിയില്, ഇല്ലേ? മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മക്കൾക്ക് തന്റെ സൃഷ്ടാവായ ദൈവത്തെ അറിയുവാൻ മനുഷ്യകുലത്തിന് അന്നും ഇന്നും വ്യക്തമായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു നിലപാടില്ലാത്ത വിശ്വാസം നിലനിൽക്കുന്നത്. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് തരുന്നൊരു ബോധ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് പ്രശ്നങ്ങൾ എടുത്ത് മാറ്റാനല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രതിസന്ധികൾ എടുത്ത് മാറ്റാനല്ല. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലേ? ആണോ? അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുത്തെ സ്നേഹത്തിന്റെ വലയം ഉണ്ട്, സംരക്ഷണം ഉണ്ട്. അപ്പൊ എന്തുണ്ടാവണം? എന്റെ സ്നേഹത്തിന് ഒരു വിശുദ്ധി ഉണ്ടാവണം, എന്റെ വിശ്വാസത്തിന് ഒരു വിശുദ്ധി ഉണ്ടാവണം, എന്റെ പ്രാർത്ഥനകൾക്ക് വ്യക്തമായ ചിന്ത ഉണ്ടാവണം, വ്യക്തമായ ഒരു ഇന്റൻഷൻ വേണം, അല്ലെ? ഇപ്പോ കർത്താവ് വചനത്തിൽ കൂടി വ്യക്തമായി പറയുന്നുണ്ട്, വിശ്വാസികളില്ല എന്ന്, വിശ്വസിക്കുന്നവരില്ല. ചില ജീവിതങ്ങള് വിശ്വാസത്തിന്റെ വെളിച്ചത്തില് കാനാൻകാരിയുടെ വിശ്വാസം, കാനാൻകാരി എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിലാണ് ഈശോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് തന്നെ, കൂടെ നടന്നിട്ടില്ല, അല്ലേ? നടന്നിട്ടില്ല. അപ്പൊ കൂടെ നടക്കാത്ത ഒരു വിജാതീയ സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്രമാത്രം വിശ്വാസം വന്നത്? അവൾക്കത് അവൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. അവൾ എവിടുന്നോ ഒരു വാർത്ത കേട്ടു. അവൾ എവിടുന്നോ ഒരു വാർത്ത കേട്ടു. വാർത്ത കേട്ടപ്പോ എല്ലാ പ്രതീക്ഷയും അവനിൽ പ്രത്യാശയോടുകൂടെ അർപ്പിച്ചു. കാരണം പിശാചുക്കളെ ബഹിഷ്കരിക്കാമെങ്കിൽ എന്റെ കുഞ്ഞിനെ സഹായിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുമെന്ന ഒരു ഉറപ്പ്. പക്ഷെ മുമ്പിൽ വന്നപ്പോ ആട്ടി ഓടിക്കുകയും ചെയ്തത്, അല്ലെ? യഥാർത്ഥത്തിൽ ആട്ടി ഓടിച്ചതാണോ എന്ന് ചോദിച്ചാൽ, ലോകത്തിന് മുമ്പിൽ പല പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഓരോ വാക്കുകളും ദൈവം അളന്നു കുറിച്ചാണ് പറയണത്, അല്ലെ? സ്വന്തം മക്കള് സ്വീകരിക്കുന്നില്ല എന്നുകൂടി അവിടെ പറയാതെ പറയുന്നുണ്ട്, അല്ലെ? അവരുദ്ദേശിച്ച് താഴെ കളയുന്ന ഭക്ഷണം എങ്കിലും എനിക്ക്. അപ്പോ കാനാൻകാരിക്ക് എങ്ങനെ മനസ്സിലായി അവര് താഴെ കളയുന്നുണ്ടെന്ന്? സ്വീകരിക്കുന്നില്ല അവര്. അപ്പൊ താഴെ കളയുന്നുണ്ട്, അത് ഞാൻ എടുത്തോളാം. അതിന് താഴെ വേസ്റ്റ് ആക്കി കളയുന്നതിന് ആർക്കും ഛേദമില്ലല്ലോ. ഭർത്താവ് അനുവദിച്ചാൽ മാത്രമേ പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ താഴെ വീഴുന്നത് ഞാൻ എടുത്തോട്ടെ എന്ന അനുവാദം ചോദിക്കുന്നത്. അപ്പൊ താഴെ കളയുന്നു എന്ന് പോലും കർത്താവിന്റെ മുമ്പിൽ ഈ വിജാതീയ സ്ത്രീ പ്രഘോഷിക്കുന്നുണ്ട്, അല്ലെ? നമ്മളതൊക്കെ ചിന്തിക്കാറ് പോലുമില്ല. ആ വചനങ്ങള് നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. കാനാൻകാരി ഒരു മോശ സ്ത്രീയാണ്. പിന്നെ സ്വന്തം മക്കളെ കുറിച്ച് പറയുന്നുണ്ട് കർത്താവ്. അതൊക്കെ മാത്രം നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ പറയാതെ പറയുന്ന കുറച്ച് അനേകം നിഗൂഢ രഹസ്യങ്ങള് അവിടെ കാനാൻകാരിയുടെ നാവിൽ കൂടി തന്നെ പറയുന്നുണ്ട്. അത് കാനാൻകാരി ഈശോയുടെ ശിഷ്യയൊന്നുമല്ല, ഒരു മോശപ്പെട്ട ജീവിതം ജീവിച്ച സിറോഫിനീഷ്യൻ സ്ത്രീയാണ്. അപ്പോ അവരുടെ ജീവിത ശൈലി ഒരു നായയുടെ ജീവിതമായിരുന്നു. എന്നിട്ട് പോലും ഇത്രമാത്രം പ്യുവറായിട്ടുള്ളൊരു വിശ്വാസ വിശുദ്ധി അവളുടെ ഹൃദയത്തില് ഒരാവശ്യം വന്നപ്പോ എങ്കിലും അവക്ക് കിട്ടി, അല്ലെ? അവർക്കൊരാവശ്യം വന്നപ്പോ അവർക്ക് അത് ലഭിക്കുവാൻ ദൈവം അനുവദിച്ചു. പക്ഷെ നിരന്തരം ഇതിൽ കിടന്ന് കുഴഞ്ഞു മറിയുന്ന ഒരു ജീവിതങ്ങൾക്ക്, ദൈവത്തോട് ചേർന്നുള്ള ജീവിതങ്ങൾക്ക്, അതുപോലെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലേന മറിയത്തിനാണെങ്കിലും മഗ്ദലേന മറിയം വന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവളെ വിശ്വസിക്കുന്നുണ്ടോ ശിഷ്യന്മാര്? കണ്ടോ? അവിടെയെല്ലാം ഒരു വിശ്വാസത്തിന്റെ വെളിച്ചം പോലും ഒരു അരണ്ട അവസ്ഥയാണ്. കൂടെ നടന്ന ശിഷ്യന്മാരാണ്. നമ്മളെയാണ് കാണിക്കണത്. മരണം വരെ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുണ്ട്, പക്ഷെ ഉദ്ധിതനെ കാണുവാനായിട്ട് നമ്മുടെ ഹൃദയത്തില് യഥാർത്ഥ വിശ്വാസ വെളിച്ചം ഇല്ല. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോ നമുക്ക് പ്രത്യേകമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മള് സമ്പത്തോ കഴിവോ ആരോഗ്യമോ അറിവോ അതിനു വേണ്ടി നമ്മൾ
ഓടി എവിടെയൊക്കെ പോയാലും ചിലപ്പോ നമ്മള് ഒരു ഒരു ചെറിയ രീതിയിലൊക്കെ വിജയിക്കാം. പക്ഷേ ഈ വിശ്വാസം എന്ന സാധനം കാശ് കൊടുത്താൽ കിട്ടില്ല, അല്ലെ? അവനവൻ തന്നെ അധ്വാനിക്കണം. അവനവൻ തന്നെ. ഇപ്പൊ മക്കള് നശിഞ്ഞു പോവാണ്, മക്കള് നശിഞ്ഞു പോണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാല് സാത്താനിരുന്ന് നല്ല കൊട്ടിച്ചിരിയായിരിക്കുള്ളൂ, അല്ലെ? അവനൊക്കെ ആഘോഷിക്കും. പക്ഷെ ഈ മക്കളെ തന്നവനിലേക്കൊന്ന് നമ്മള് കണ്ണുകൾ ഉയർത്തി, ദൈവമേ എന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്, ഞാൻ എന്റെ കുറവുകളിൽ എനിക്ക് എന്റെ കുറവുകൾ കാണാൻ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറയുമ്പോ അവള് റെഡിയാവുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ റെഡിയാവുന്നുണ്ട്, എന്റെ വഴിക്ക് വരുന്നുണ്ട്. അപ്പൊ വിശ്വാസം നമുക്ക് ദൈവം എങ്ങനെ തന്നിരിക്കുന്നുണ്ട്? ദാനമായിട്ട് തന്നതാ, അല്ലെ? കൈവിട്ടു പോയ ദാനത്തെ നമുക്ക് വീണ്ടെടുക്കുവാൻ, ഒരു വിശ്വാസ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് അപ്പൊ തന്നതിനെ നമ്മൾ നഷ്ടപ്പെടുത്തി. പക്ഷെ വീണ്ടും വരണമെങ്കിൽ ഒരു ധൂർത്തപുത്രനെ പോലെ തന്നെ ആകണം. ധൂർത്തപുത്രൻ വീട്ടിൽ നല്ല സുഭിക്ഷമായി ജീവിച്ചതാണ്. പക്ഷെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞ കയ്യിൽ അവസാനം ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാണ്ടായപ്പോഴാണ് ദൈവത്തിന്, അല്ലെ കുടുംബത്തിലുള്ള സമൃദ്ധി, ദൈവം കൊടുത്ത കരുണയെ കുറിച്ച് അവൻ ഓർത്തത്. ഉടനെ അവൻ പറഞ്ഞത്, എനിക്ക് മതിയായി, ഞാൻ ഇനി തിരിച്ചു പോന്നു എന്നൊന്നുമല്ല പറഞ്ഞത്. എന്താണ്? അവന് സുബോധമുണ്ടായി, അവൻ അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചു. പിതാവേ, സ്വർഗത്തിനും അങ്ങേക്കുമെതിരായി ഞാൻ പാപം ചെയ്തു എന്ന് പറയുന്നു. എന്തൊരു വലിയ ആഴമായ വാക്കുകൾ, അല്ലെ? ആദ്യം പറഞ്ഞത് സ്വർഗത്തിനും അങ്ങേ, അതായത് ഒരു ആത്മാവിന്റെ ഒരു നിയമമുണ്ട്, സ്രഷ്ടാവിനോടുള്ള ഒരു നിയമമുണ്ട്. അതിനുശേഷമാണ് ജനിച്ച അപ്പനോടുള്ള നിയമം. അപ്പൊ സ്വർഗത്തിനെതിരെ പാപം ചെയ്താൽ പിന്നെ നമ്മള് ഈ ലോകത്തിന്റെ മുമ്പില് അപ്പനും ഇല്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, എല്ലാവരും നമുക്ക് വിരോധികളായി മാറും, ശത്രുക്കളായി മാറും. അപ്പൊ ആദ്യം ആരോടാ നമ്മ തെറ്റ് ചെയ്യുന്നത്? ദൈവത്തിനെതിരെയാണ്. അപ്പോ നമ്മള് ചെയ്തു പോകുന്ന തെറ്റുകളെ കുറിച്ച് ഓർത്ത് നമ്മള് ധ്യാനിച്ച് വേദനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടപ്പാടുകളെല്ലാം ദൈവകൃപയുടെ അനുഗ്രഹങ്ങളിലേക്ക് മാറ്റുവാൻ നമുക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് സാധിക്കും. അതുപോലെ ഒരുപാട് വേദനിക്കുന്ന മനുഷ്യരുണ്ട് ജീവിതത്തിൽ. വലിയ ധാർമ്മികമായ ദൈവിക നന്മയിൽ ആശ്രയിക്കുന്നവരുണ്ട്. അവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം ഈ ജന്മികള്, പ്രമാണികള്, അല്ലെങ്കിൽ നമ്മള് എന്താ പള്ളി പ്രമാണികൾ ഉണ്ടാവും ചിലവര്, ചിലവരല്ല, എല്ലാ പള്ളികളിലും പള്ളി പ്രമാണികളുണ്ട്, അല്ലെ? അവര് ദൈവത്തെ വിലക്കെടുത്ത പോലെയാണ് അവര് പള്ളിയിൽ വരണത് തന്നെ. പിന്നെ അത് എല്ലാ കുടുംബങ്ങളിലുണ്ട്. ഒരിച്ചിരി കുടുംബങ്ങളിൽ 5 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഇത്തിരി പഠിപ്പ് കൂടുതലുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ആള് എന്നുള്ളത്. പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരിക്കും, പക്ഷെ അവന്റെ ഭാവത്തിലും ജീവിതത്തിലും ഒക്കെ അവനാണ്. കാശും കൂടി ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു, എല്ലാവരും വിലക്കെടുക്കാനുള്ള ഒരു അഹങ്കാരം അവനുണ്ടാവും. അപ്പൊ അവന്റെ ജീവിതത്തെ ദൈവം തട്ടാൻ തുടങ്ങും. പക്ഷെ അതെന്താണ്? അതൊരു അനുഗ്രഹമാക്കി മാറ്റുന്നത് വരെ ഈ സങ്കടങ്ങൾ, വേദനകൾ അവനെ ഒരു വേട്ടപ്പട്ടി ഓടിച്ചിടുന്ന പോലെ അവൻ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. എങ്ങനെ? ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ. അപ്പോ ഏത് തിന്മയാണെങ്കിലും ഏത് നന്മയിൽ ജീവിച്ചാണെങ്കിലും, ഇപ്പോ ഈ ഭൂമിയില് തോബിയാസ് ഒക്കെ വളരെ തോബിത്ത് വളരെ ദയനീയാവസ്ഥയിൽ ജീവിച്ചു. പക്ഷെ അവസാനമായപ്പോ വളരെ അനുഗ്രഹമായ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതുപോലെ വേറൊന്നും വേണ്ട, ഈശോന്റെ അപ്പൻ, ഔസപിതാവ്, വളർത്തുപിതാവ്, വളരെ ശരിക്കും പറഞ്ഞ യഹൂദരുടെ വംശത്തിൽപ്പെട്ട ആളാണ്, ഒരു രാജകീയ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ കൂട്ടത്തിലുണ്ടായപ്പോ, ഭൂമിയിൽ ജീവിച്ചപ്പോ ഒരു ആശാരിപ്പണിയാണ് ചെയ്തത്. അപ്പോ ആ പേരും പറഞ്ഞ് തന്നെ ഈശോയെ നിന്ദിക്കുന്നുണ്ട്. തച്ചന്റെ മകനല്ലേ എന്ന്, അല്ലെ? ചില മനുഷ്യര് അന്നും ഇന്നും ഉണ്ട്. എന്നെയൊക്കെ ഒരുപാട് അവരുടെ മോളല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ വിലയും ഇത്തിരി കാശൊക്കെ അല്ലെങ്കിൽ തൊലി വെളുപ്പമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ
ഭയങ്കരമായിട്ട് നമ്മളെ ചേർത്ത് നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാത്ത മനുഷ്യരെ വളരെ ദയനീയമായിട്ട്, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതാണ്. അതിലൊരു റിച്ച് ആയിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും. പക്ഷെ അതിലൊരു പാവപ്പെട്ട ഒരു കുട്ടിയുണ്ട് സ്കൂളിൽ. അപ്പൊ ഓട്ട മത്സരം. അപ്പൊ കൊച്ചിന്റെ കാലിൽ ഒരു സാധാരണ ഒരു പഴയ പന്നാക്ക് ചെരുപ്പിട്ടേക്കണത്. അപ്പൊ ശരിക്കും പറഞ്ഞ അവിടെ ശരിക്കും റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതൊരു വീഡിയോ പോലെ എടുത്തത്. പക്ഷെ കരഞ്ഞുപോയി കണ്ടപ്പോഴേ. അപ്പൊ ഒരു 7 വയസ്സ് കഷ്ടിയുണ്ടാവും. അപ്പോ അവനെ ആ നിരയിൽ നിന്നും പുറകിലേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് ഓട്ടത്തിന് നിർത്തിയേക്കണേണ്. എല്ലാവരെയും മുമ്പില് ഒരു ലൈൻ നിർത്തിയിട്ട് ഈ കൊച്ചിനെ ആക്ഷേപിച്ചിട്ട് കളിയാക്കിയിട്ട്, അത്രയും ജനങ്ങളുടെ മുമ്പിലിട്ട് കളിയാക്കിയിട്ട്, പിന്നെ അപ്പനും അമ്മയും അമ്മുമ്മയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്, വേദനയോടെ കരയണേണ്. അപ്പൊ ഈ കൊച്ചാണെങ്കിലും മനസ്സിൽ ഭയങ്കര വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ അവൻ നല്ല ബോൾഡായിരുന്നു ആ കൊച്ച്. അപ്പൊ അവൻ എന്നിട്ട് അവനെ കളിയാക്കിയിട്ട് നിന്റെ ഷൂ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് അവന് ഒരു വലിയ ഷൂ കൊണ്ടുവന്നിട്ട് കൊടുക്കും. അപ്പൊ അവന് ഓടാൻ പറ്റൂലല്ലോ, ഓടുമ്പോ വലിച്ചും കെട്ടി അവൻ വീഴും. അപ്പൊ അവൻ ഷൂ ഇട്ട് നോക്കുമ്പോ അവന്റെ ഇരട്ടി സൈസാണ് കൊടുത്തേക്കണത്. അപ്പൊ അവന് മനസ്സിലായി അവന് പണി കൊടുക്കണേണെന്ന്. പക്ഷെ അവൻ ഓടി, അവൻ സർവ്വശക്തി എടുത്ത് ഓടുന്നുണ്ട്. ഓടി പകുതിയോളം ഓടിക്കഴിയുമ്പോഴേക്കും അവൻ മുഖം തല്ലി വീഴും. പക്ഷെ എൻ്റെ ഫാദർ ഭയങ്കരമായിട്ട്, കർഷകരാണ് ഇവര്. ബാക്കി എല്ലാവരും നല്ല കാശുകാരുള്ള പിള്ളേരാണ്, നല്ല മിടുക്കന്മാരെ പോലെ നിൽക്കുന്ന പിള്ളേര്. പക്ഷെ ഇവര് കരഞ്ഞ് വാർത്ത വിളിച്ച് കൊച്ചിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൊ അവന്റെ അപ്പൻ ഹിന്ദിയാണത്, പറഞ്ഞു കൊടുത്ത വാക്കുകൾ അവന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കേട്ട് അവൻ ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് അവൻ ചെരുപ്പൊക്കെ ഉപേക്ഷിച്ച് അവൻ കാലില് ഓടുന്നുണ്ട്. പക്ഷെ കാലെ കൂടി ചോരയൊക്കെ വന്നുണ്ട്. പക്ഷെ കുറേ ദൂരെയായി, എല്ലാവരും ദൂരെയായി. പക്ഷെ ഇവൻ ഓടി അവൻ ഫസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പ്രമാണി ഉണ്ടായിരുന്നു. അവൻ മനഃപൂർവ്വം ഈ കൊച്ചിന്റെ കുടുംബത്തെയും മോശക്ക് അപമാനിക്കാൻ വേണ്ടി ചെയ്തൊരു വേലയാണ്. പക്ഷെ അവിടെ ഉണ്ടായവരെല്ലാവരും കുഞ്ഞിനെ എന്താണ് പ്രോത്സാഹിപ്പിക്കുകയും സമ്മാനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ കഷ്ടപ്പാടുകൾ, ഞാനിപ്പോ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മളുടെ ചെറുപ്പം മുതൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ള ഓരോ കഷ്ടപ്പാടിനും ദൈവത്തിന്റെ മുമ്പില് അതിന്റെ വാല്യൂ ഉണ്ട്. എന്ത് അകറ്റി നമ്മൾ എത്രത്തോളം താഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ, കർത്താവിന്റെ മുമ്പില് ഉയരാനായിട്ടും വിശുദ്ധമായ ഒരു ജീവിതം നിലനിർത്തുവാനും ദൈവത്തെ ആശ്രയിക്കുവാനും, നമ്മൾ അറിയാലോ, ഒരു സമൂഹത്തില് ചിലപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ അവഗണനയാണെങ്കിൽ പിന്നെ വേറെ എങ്ങൊന്ന് പരിഗണന ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം സ്വന്തം വീട്ടില് അവഗണിക്കപ്പെടുന്നവൻ പുറത്തോട്ട് ഇറങ്ങിയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ, അല്ലെ? അപ്പോ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവഗണന അനുഭവിക്കേണ്ടി വരും. പിന്നെ ഒന്നാമതവൻ വേദനയോടുകൂടി ആയിരിക്കും പുറത്തോട്ട് മൈൻഡ് തന്നെ മാറിപ്പോവും. സ്വന്തം വീട്ടില് ഭീകരമായ അവഗണനകൾ അനുഭവിക്കുന്ന അവന്റെ ഹൃദയത്തില് ഭയങ്കരമായ വേദനകളായിരിക്കും. വേറൊരു വീഡിയോ ഇതുപോലെ കേട്ടൊരു കൊച്ചു ഭയങ്കര തടിയാണ്. അതിന് തടി കാരണം എല്ലാവരും, ഇപ്പൊ അവന്റെ ക്ലാസ്മേറ്റ് പോലും അതിനെ ക്ലാസ്മേറ്റ് ആണെന്ന് പറയാൻ പോലും നാണക്കേടാണ്. അതുപോലെ അതിനെ അവഹേളിക്കുമായിരുന്നു. പക്ഷെ അതിപ്പോ അതിനെ അതിജീവിച്ചൊരു കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറുപ്പത്തിലായാലും ആയിരിക്കുന്ന അവസ്ഥയിലായാലും ജീവിതത്തിന്റെ കഴിഞ്ഞു പോയതും ഇനി വരാനുള്ള ഏത് സങ്കടങ്ങളുടെ ഒരു ജീവിതയാത്ര അത് മനുഷ്യനുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ നമ്മൾ തരണം ചെയ്യണമെന്ന് വേറെ എവിടെ നോക്കിയാലും നമുക്കൊരു സ്ട്രെങ്ത് കിട്ടില്ല. എവിടെ നോക്കണം? ഈ ഭൂമിയില് പരിശുദ്ധനായ ജീവൻ ജനിക്കാനായിട്ട് ഇടയാക്കിയ ഓരോ സംഭവങ്ങള്, ഈശോ പരിശുദ്ധനായ ദൈവം തന്നെയാണ്. ആ ദൈവം ഏറ്റവും നികൃഷ്ടമായ ഇടങ്ങളില് അന്വേഷിച്ചു അവിടെ ജനിക്കുവാനായിട്ട് തന്റെ ഉദരത്തിൽ ഇരുന്ന അമ്മയെയും അതിനോട് ഐക്യപ്പെടുത്തി, തന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അമ്മയെ അതിനു വേണ്ടി ഉപയോഗിച്ചു, അല്ലെ? സ്വർഗത്തിലിരിക്കുന്ന പുത്രനെ ഭൂമിയിൽ ഇത്രയും നികൃഷ്ടമായ സ്ഥലത്ത് പ്രസവിക്കാനായിട്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഒരു ഇച്ചിരി കൂടി വെടിപ്പുള്ള ഒരു സ്ഥലം തന്നൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, അല്ല? മാനുഷികമായിട്ട്
നമ്മളൊക്കെ ആണെങ്കിൽ അത് നമ്മള് ദൈവത്തോട് മല്ലടിച്ചേനെ. പക്ഷെ മറിയം വളരെ ഐക്യത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ആരാധനയോടുകൂടെയാണ് ആ ഏറ്റവും വികൃതമായ, ഏറ്റവും അഴുക്കുള്ള ഗുഹയില്, നമ്മളിപ്പോ പറയുന്നത് പുൽക്കൂടെന്ന, പക്ഷെ പുൽക്കൂടല്ല, പുല്ല് കൊണ്ട് മേഞ്ഞ കൂടൊന്നുമല്ല, ഗുഹയാണ്. ഒരു വൃത്തിഹീനമായ ഗുഹയായിരുന്നു. അവിടെയാണ് പരിശുദ്ധ അമ്മ തന്റെ ദൈവപുത്രനെ, തന്റെ സ്വർഗത്തിന്റെ രാജാവിനെ പ്രസവിച്ചത്. അവിടം തുടങ്ങി പിന്നെ ഇങ്ങോട്ടുള്ള ജീവിതം ഒന്ന് ധ്യാനിച്ചാൽ മതി. നമ്മളൊക്കെ എന്താ ഒന്നുമല്ല. നമ്മളൊക്കെ ഇന്നുവരെ സഹിച്ച വേദനകളും നിന്ദനങ്ങളും അപമാനങ്ങളും, അത് ഏറ്റവും മരണത്തിന്റെ തൊട്ട് മുമ്പ് വരെ അമ്മയും അപമാനിക്കപ്പെടുന്നുണ്ട്, ഈശോ അപമാനിക്കപ്പെടുന്നുണ്ട്. അതുപോലെ, അതായത് മരണത്തിന് അല്പപ്രാണനേ ഉള്ളൂ. ആ സമയം പോലും നിന്ദിച്ച് ഈശോയുടെ കാതുകളിൽ കൂടി നിന്ദനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആരാണത്? പരിശുദ്ധനായ ദൈവമാണ്. എന്നിട്ട് പോലും ദൈവം മനുഷ്യരോട് ക്ഷമിച്ചുവെങ്കിൽ നമുക്കൊക്കെ ക്ഷമിക്കുവാനായിട്ട് എത്ര പ്രയാസമാണ് അല്ലെ? അപ്പോ നമുക്ക് കഷ്ടപ്പാടുകൾ ക്രിസ്തുവിനെ നോക്കാതെ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. ഒരു പടയാളികളാണ് നമ്മൾ ഈ ഭൂമിയിൽ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെല്ലാവരും ക്രിസ്തുവിന്റെ സ്നേഹിതരാണ്. ആ സ്നേഹത്തിന് ഹിതമായി പ്രവർത്തിക്കുവാൻ കൃപയുള്ള മക്കളാണെങ്കിൽ മാത്രമേ ക്രിസ്ത്യാനി എന്ന ലേബല് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമ്മുടെ ലൈഫിലുള്ളൂ. ആ ഒരു തിരിച്ചറിവ് നമ്മളെ ഭരിക്കട്ടെ. കാരണം ക്രിസ്തുവിന്റെ സ്നേഹിതരാകുക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയാവുക എന്നാണ്. ഒരുപാട് മനുഷ്യർ ക്രിസ്ത്യാനി ഉണ്ട് അല്ലെ? നമുക്ക് ക്രിസ്ത്യാനികൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകയില് ഒരു പെരുന്നാളൊക്കെ വരുമ്പോ പള്ളി നിറച്ച് സ്നേഹിതരാണ്. പക്ഷെ ആ പേരിന് യോഗ്യതരായിട്ടുള്ളവര് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഞാനടക്കം, നിങ്ങളടക്കം ചിലപ്പോ കാണാൻ പറ്റാത്ത വിധത്തില് പള്ളി തിങ്ങി നിറഞ്ഞ് ആളുകളുണ്ടാവും, കൺവെൻഷൻ ആളുകളുണ്ടാവും, ധ്യാനങ്ങളിൽ ആളുകളുണ്ടാവും. പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹിതരെ തേടി അമ്മയും മോനും ഇങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമുക്ക് ക്രിസ്തുവിന്റെ സ്നേഹിതരായി നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ ഈശോയുടെ സ്നേഹത്തിന്റെ ഹിതമനുസരിച്ച് സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും കൃപ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന്